ദീന് പറയാൻ പണ്ഡിതന്മാർക്ക് കൂച്ചുവില കിടന്നേ, അത് പറയണ്ട, ഇത് പറയണ്ട, പിന്നെ ഇത് കൊപ്പറിന്റെ വില അല്ലാണ് ഇവിടെ വന്നിന് ഞാന്, പിന്നെ ഇതിനെ വിളിപ്പിച്ചേ മഹാന്മാർ കണ്ടില്ല. ഇന്നിപ്പോ മഹാന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ വലിയവരായ മഹാന്മാർ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റി കൊടുക്കട്ടെ. ഈ ഉമ്മത്തിന് വലിയ നേതൃത്വം നൽകാൻ അള്ളാഹു അവർക്കൊക്കെ തൗഫീഖ് ഏറ്റി കൊടുക്കട്ടെ. എല്ലാവരും പറഞ്ഞു ദീനിന്റെ നിലപാട് പറയും, ദീനിന്റെ മസാല പറയും, ദീനിന്റെ ആചാരങ്ങൾ പറയും. അവിടെ പിന്നെ ഇനി തടസ്സം വരാൻ ആരും നിൽക്കണ്ട. അത് നിങ്ങളോടല്ല, അത് ഈ ദീൻ ഉൾക്കൊള്ളുന്നവരോട്, ഈ ദീൻ അംഗീകരിക്കുന്നവരോട്, ഈ ദീന് സ്വീകരിക്കുന്നവരോട് ഇരിക്കട്ടെ. ഏതായാലും ദീനിന്റെ ആചാരങ്ങളെ, ദീനിന്റെ മഹാന്മാരായ ആളുകളെ ചെറുതാക്കി പറയണ്ട. അങ്ങനെ എങ്ങാനും നിന്റെ വായിൽ അവരെ നിസ്സാരമാക്കുന്ന വാക്ക് വന്നുപോയാൽ പിന്നെ അത് നിന്റെ അധപതനത്തിന്റെ തുടക്കമാണ്, നിന്റെ നാശത്തിന്റെ തുടക്കമാണ്, നിന്റെ ഒടുക്കത്തിന്റെ തുടക്കമാണ്. ജാഗ്രത, അത് അധപകേടിന്റെ വാക്കാണ്. ഇതെല്ലാം വേണ. എന്തു മൊയിലാറ് അല്ല, തങ്ങ ചെല്ലല്ലേ? ഏത് തങ്ങാന്ന്? എന്ത് തങ്ങറ നിന്റെ? അല്ല, കാളിയാർച്ച ചെല്ലിന്ന് എഴുന്നേരം മാസം കണ്ടല്ലേ, എന്ത് കാളീന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരില്ലേ? ആ ചോദ്യം മതി നിന്നെ എല്ലാം കൊണ്ടും നാശത്തിലേക്ക് കൊണ്ടുപോകാൻ. നീ കാഫറായി ചത്തുപോകാൻ അത് മതി. അറിയില്ലേ ഫിർഔന്? ഇമാം മുഹീസുന്ന ബഗവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞ സംഭവമാണ്. സനദ് മുത്തസിലാണ്, ഡിങ്കന്റെ കഥയല്ല, സാങ്കല്പിക കഥയല്ല, ഐതിഹ്യ പുരാണം പറയുന്നതല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വലക്ക കാട്ടുന്നതല്ല. മഹാന്മാർ പറയുകയാ, ബീവി ആസിയ